ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സെറ്റ് ജനുവരി 2025 ജനറൽ പേപ്പറിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ്. കറണ്ട് അഫയേഴ്സിൻ്റെയും അതുപോലെ സിലബസിൽ വരുന്ന ടോപ്പിക്സും ഇതിനു മുന്നേ ഉള്ള വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കണ്ട് നല്ലതുപോലെ പഠിച്ചെടുക്കണം. എല്ലാം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഓരോ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് എന്തായാലും സെറ്റ് നേടിയെടുക്കാൻ സാധിക്കും. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത്. അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ടോപ്പിക്കിലേക്ക് പോകാം. Who has been appointed as the new president of the World Bank? Ajay Banga. Who has been appointed as the new national ambassador of UNICEF in India? Kareena Kapoor Khan. The full form of UNICEF is the United Nations Children's Fund. UNICEF was originally called the United Nations International Children's Emergency Fund. The United Nations General Assembly established UNICEF on December 11, 1946 to provide emergency food and health care to children and mothers in countries affected by World War II. UNICEFിൻ്റെ full form United Nations Children's Fund. UNICEF was originally called the United Nations International Children's Emergency Fund എന്നാണ് യുനിസെഫിനെ ആദ്യം വിളിച്ചിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധം ബാധിച്ച രാജ്യങ്ങളിലെ കുട്ടികൾക്കും അമ്മമാർക്കും അടിയന്തര ഭക്ഷണവും ആരോഗ്യ പരിരക്ഷയും നൽകുന്നതിനായി 1946 ഡിസംബർ 11 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി യുനിസെഫ് സ്ഥാപിച്ചു. United mandate was broadened in 1950 to address the long-term needs of children and women in developing countries. In 1953, UNICEF became a permanent part of the United Nations system and its name was shortened to the United Nations Children's Fund, but its original acronym remained the same. വികസ്വര രാജ്യങ്ങളിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ദീർഘകാല ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായി 1950 യുനിസെഫിൻ്റെ ചുമതല വിപുലീകരിച്ചു. 1953 യുനിസെഫ് യുണൈറ്റഡ് നേഷൻസ് സിസ്റ്റത്തിൻ്റെ സ്ഥിരമായ ഭാഗമായി തീർന്നു. അതിൻ്റെ പേര് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എന്ന് ചുരുക്കി. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ചുരുക്കെഴുത്ത് അതേപടി തുടർന്നു. അതായത് യുനിസെഫ് എന്ന് എഴുതുന്നതിൽ വ്യത്യാസമൊന്നും വന്നില്ല. അതിൻ്റെ എക്സ്പാൻഷനിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എന്നതിൻ്റെ പേര് ചുരുക്കിയെങ്കിലും യുനിസെഫ് എന്ന് തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ ഷോർട്ട് ഫോം എഴുതുന്നത്. യുനിസെഫ് വർക്ക്സ് ഇൻ മോർ ദാൻ 190 countries and territories to protect the rights of children, especially those who are most disadvantaged and hardest to reach. In India, UNICEF supports early childhood development program by കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 190-ലധികം രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും യുനിസെഫ് പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഏറ്റവും പിന്നാക്കം നിൽക്കുന്നവരും എത്തിച്ചേരാൻ പ്രയാസമുള്ളവരുമായവരുടെ കൂടെ ഇന്ത്യയിൽ യുനിസെഫ് മുൻകൂർ ബാല്യകാല വികസനം പ്രോഗ്രാമുകളെ പിന്തുണയ്ക്കുന്നു. ട്രെയിനിങ് ഫ്രണ്ട്ലൈൻ വർക്കേഴ്സ് ടു കൗൺസിൽ പേരൻസ് ഓൺ പ്രൊവൈഡിംഗ് നർച്ചറിംഗ് കെയർ, റെസ്പോൺസീവ് ഫീഡിംഗ് ആൻഡ് ഏർലി സ്റ്റിമുലേഷൻ. Supporting community and health facility follow-ups of newborns, enabling access to safe drinking water and sanitation. Training frontline workers to counsel parents on providing nurturing care, responsive feeding and early stimulation. പോഷിപ്പിക്കുന്ന പരിചരണം, പ്രതികരണശേഷിയുള്ള ഭക്ഷണം, നേരത്തെയുള്ള ഉത്തേജനം എന്നിവ നൽകുന്നതിന് രക്ഷിതാക്കൾക്ക് ഉപദേശം നൽകുന്നതിന് മുൻനിര പ്രവർത്തകരെ പരിശീലിപ്പിക്കുക. സപ്പോർട്ടിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റി ഫോളോ-അപ്സ് ഓഫ് ന്യൂബോൺസ്. നവജാത ശിശുക്കളുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഫെസിലിറ്റി ഫോളോ-അപ്പുകളെ പിന്തുണയ്ക്കുക. എനേബിളിംഗ് ആക്സസ് ടു സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. സുരക്ഷിതമായ കുടിവെള്ളവും ശുചിത്വവും ലഭ്യമാക്കുക. ഇതെല്ലാം യുനിസെഫ് നടപ്പിലാക്കുന്ന പ്രോഗ്രാമുകളാണ്.
യുനിസെഫിന്റെ അംബാസഡർ കരീന കപൂർ ആണ്. കരീന കപൂർ ഖാൻ വാസ് അപ്പോയിന്റഡ് ആസ് ദ നാഷണൽ അംബാസഡർ ഓഫ് യുനിസെഫ് ഇൻ ഇന്ത്യ ഓൺ May 4, 2024. ദി ബോളിവുഡ് ആക്ട്രസ് വിൽ സപ്പോർട്ട് യുനിസെഫ് ഇന്ത്യ ഇൻ ഇറ്റ്സ് എഫേർട്സ് ടു പ്രൊമോട്ട് ചിൽഡ്രൻസ് റൈറ്റ് ആൻഡ് വെൽബീയിങ്. Her role will include raising awareness about issues like child education, health and nutrition. 2024 മെയ് 4 യുനിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസഡറായി കരീന കപൂർ ഖാനെ നിയമിച്ചു. കുട്ടികളുടെ അവകാശങ്ങളും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ ബോളിവുഡ് നടി യുനിസെഫ് ഇന്ത്യയെ പിന്തുണയ്ക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നത് അവരുടെ റോളിൽ ഉൾപ്പെടും. Kareena Kapoor Khan has been associated with UNICEF India since 2014 and previously served as a celebrity advocate for the organization. She said, "I will strive to use my voice and influence for vulnerable children and their rights." കരീന കപൂർ ഖാൻ 2014 മുതൽ യുനിസെഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുമ്പ് സംഘടനയുടെ സെലിബ്രിറ്റി അഭിഭാഷകയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ദുർബലരായ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി എൻ്റെ ശബ്ദവും സ്വാധീനവും ഉപയോഗിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് അവർ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED? രാഹുൽ നവീൻ. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ 51st ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്നയാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. അത് 51ാമത്തെ ചീഫ് ജസ്റ്റിസാണ്. ന്യൂ ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ? തുഹിൻ കാന്ത പാണ്ഡെ. ന്യൂ ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ തുഹിൻ കാന്ത പാണ്ഡെ. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് ICC? ജയ് ഷാ. ICC International Cricket Council. Jay Shah is the new chairman of the International Cricket Council. He was elected unopposed on August 27, 2024 and officially took office on December 1, 2024. Shah is the youngest person to ever hold the position and he previously served as the honorary secretary of the Board of Council for Cricket in India or BCCI. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ ചെയർമാനാണ് ജയ് ഷാ. 2024 ഓഗസ്റ്റ് 27 അദ്ദേഹം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും 2024 ഡിസംബർ 1 ഔദ്യോഗികമായി അധികാരമേൽക്കുകയും ചെയ്തു. ഈ സ്ഥാനം വഹിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഷാ. മുമ്പ് അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് കൗൺസിൽ ബോർഡിൻ്റെ അഥവാ BCCIയുടെ ഓണററി സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. Who has been elected as the first Indian president of the Olympic Council of Asia? രൺധീർ സിംഗ്. രാജ രൺധീർ സിംഗ്. 2024 സെപ്റ്റംബർ 8 ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടത്. Who has been named as the first Indian ambassador of the International Table Tennis Federation? ശരത് കമാൽ. Who has been named as the first Indian ambassador of the International Table Tennis Federation? Sharat Kamal. New chairman of Indian Oil? Arvinder Singh Shenoy. New chairman of Indian Oil? Arvinder Singh Shenoy. Who has been appointed as the new coach of Indian men's cricket team? Gautam Gambhir. Who has been elected as the new coach of Indian women's hockey team? Harindra Singh. Who has been named as the new CEO of YouTube? Neil Mohan. യൂട്യൂബിലെ CEO നീൽ മോഹൻ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. എല്ലാം ഒന്നുപോലും വിടാതെ തന്നെ പഠിച്ചെടുക്കണം. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ച് എല്ലാവരും സെറ്റ് ഇപ്പോൾ തന്നെ നേടിയെടുക്കണം. ഓക്കെ, താങ്ക് യു. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.